ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഫ്രൂട്ട്സിൻ്റെ കവർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പിങ്ക് കളറും വൈറ്റ് കളറുമാണ് ഉള്ളത്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് ഐഡിയാസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ അങ്ങനെ രണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിനൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഓരോ പീസും ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ്, അങ്ങനെ 4 പീസും റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 4 പീസും ഞാൻ അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യാണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ത്രെഡ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ, ആ ത്രെഡ് എടുക്കരുത് കേട്ടോ. കാരണം അതുകൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ടൈറ്റ് ചെയ്യുന്ന ഭാഗം 2 പീസായിട്ട് മുറിഞ്ഞു പോരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള യാണ് പോലുള്ള ത്രെഡൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ത്രെഡ് അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മുഴുവനായിട്ട് ട്രിം ചെയ്ത് മാറ്റുന്നുണ്ട്. മറ്റേ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫ്ലവർ അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ പോർഷന് കൂടുതലായിട്ടും സൈഡൊക്കെ ചെറുതായിട്ടുമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ലീവ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് പ്ലാസ്റ്റിക് കവർ അയൺ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ വേസ്റ്റ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക് കവറുകൾ അയൺ ചെയ്തെടുത്ത് നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സുകളും അതുപോലെ ഫ്ലവേഴ്സും പിന്നെ ഇതുപോലെ ഫ്ലവേഴ്സിന് ലീവ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ലീഫ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പീസ് കമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്നങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ലീഫിൽ ഇറക്കി വെച്ച് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഓരോ ലീഫും ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ആ ഫ്ലവർക്ക് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റിക്കിൽ ഞാൻ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലത്തെ പിങ്ക് കവർ വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിങ്ക് തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആണ് വരുന്നത്, വൈറ്റ് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോർമലായിട്ട് വേസ്റ്റായിട്ട് കളയലാണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി സെക്കൻഡ് ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കവർ പിങ്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഞാനതിനെ ഇതുപോലെ സെൻറ്ററിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഒരു 5 പെറ്റൽ വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ കവറിൽ ഇങ്ങനെ കുറേ ലൈൻസുകൾ ഇങ്ങനെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൽ 4 ലൈൻസ് വരുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ 2 പീസ് വേണം. എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരേ സൈസിലുള്ള 5 പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യൊന്നും വേണ്ട, ഒരു നോർമൽ ടൈറ്റ് മതി, അല്ലെങ്കിൽ നമ്മൾ കെട്ടുന്ന ആ ഭാഗം പൊട്ടിയിട്ട് പോവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള 4 പീസും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ 5 പെറ്റലും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. കമ്പീൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ വളച്ചു കൊടുക്കുക. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ കേട്ടോ. അതിലൊരു പീസ് ഇതുപോലെ ഒന്നിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് മറ്റേ പീസിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കമ്പിയിലൊന്ന് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം.
അപ്പോൾ ദാ സെൻറ്റർ പീസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പെറ്റലും ഇതുപോലെ വെച്ച് കൊടുത്ത് ത്രെഡ് വെച്ചിട്ട് ഒന്നുകൂടെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഫ്രൂട്ട്സിൻ്റെ കവർ വെച്ചിട്ട് ബോട്ടിലാട്ടും അതുപോലത്തെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാവും കൂടെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സും ക്രാഫ്റ്റും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ലീഫ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ഫ്ലവറിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇനി അതിൻ്റെ സ്റ്റിക്കിൽ ഞാൻ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തെങ്ങാണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അയച്ചു തരുന്ന പിക്ചേഴ്സൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടത് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 5:30ക്കാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇന്ത്യൻ ടൈം 5:30 ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.